ഹായ്, ഞാൻ സ്നേഹ. SL ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു റിലേഷൻഷിപ്പിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പൊതുവെയുള്ള ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഇത് പ്രണയിക്കുന്ന ആളുകളാണെങ്കിലും അല്ല മാരേജ് കഴിഞ്ഞ ആളുകളാണെങ്കിലും റിലേഷൻഷിപ്പിലുള്ള ആളുകൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. രണ്ടുപേരുടെയും ആവശ്യങ്ങൾ പറയുന്നുണ്ട്, സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറയുന്നുണ്ട്. സോ വീഡിയോ മുഴുവനായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു റിലേഷൻഷിപ്പിൽ സ്ത്രീകൾക്ക് പൊതുവെ ആവശ്യമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കെയറിംഗ് ആണ്. അതേസമയം പുരുഷന്മാർക്ക് ആവശ്യമുള്ളത് ട്രസ്റ്റ് ആണ്. അതായത് സ്ത്രീകൾ എപ്പോഴും കെയറിംഗിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകളാണ്. എല്ലാ കാര്യത്തിനും അവരെ കെയർ ചെയ്യണം എന്നുള്ളത് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പുരുഷന്മാരുടെ കെയറിങ്ങിലൂടെയാണ് സ്ത്രീകൾ അവർക്ക് നമ്മളോട് എത്രത്തോളം സ്നേഹമുണ്ടെന്ന് മനസ്സിലാക്കാറുള്ളത്. സോ കെയറിങ്ങിന് സ്ത്രീകൾ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. അപ്പോൾ കെയറിംഗ് ആണ് അവർ ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. അതേസമയം പുരുഷന്മാർ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കെയറിംഗ് അല്ല, പകരം ട്രസ്റ്റ് ആണ്, വിശ്വാസം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. വിശ്വാസത്തിനാണ് പൊതുവെ പുരുഷന്മാർ ഇമ്പോർട്ടൻസ് കൊടുക്കാറുള്ളത്. അതായത് സംശയമുള്ള ഒരു ഭാര്യ അല്ലെങ്കിൽ സംശയമുള്ള ഒരു പ്രണയിനി എന്ന് പറയുന്നത് ആരും തന്നെ ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്. സോ അവർ പ്രണയിക്കുന്ന പെൺകുട്ടി ഒരുപാട് വിശ്വസിക്കണം, സ്നേഹിക്കണം എന്നുള്ളതായിരിക്കും പുരുഷന്മാർ പൊതുവെ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ആവശ്യമായിട്ടുള്ള ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് റിലേഷൻഷിപ്പിൽ സ്ത്രീകളുടെ ആവശ്യം എന്ന് പറയുന്ന രണ്ടാമത്തെ കാര്യം അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, പുരുഷന്മാരുടെ അക്സെപ്റ്റൻസ്. അതായത് സ്ത്രീകൾ എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടാവുക അവരെ മനസ്സിലാക്കണം എന്നുള്ളതാണ്. അപ്പൊ അവരെ സ്നേഹിക്കുന്ന ആൾ അല്ലെങ്കിൽ അവരുടെ ഭർത്താവ് അവരെ മനസ്സിലാക്കിയിരിക്കണം, എല്ലാ രീതിയിലും മനസ്സിലാക്കുക. സ്ത്രീകളുടെ മനസ്സ് എന്താണെന്നുള്ളത് അവർക്ക് വായിക്കാൻ കഴിയണം. ഇങ്ങനെയൊക്കെ എല്ലാ സ്ത്രീകളും ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ അവരുടെ സ്വപ്നം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്ന ഒരു ഭർത്താവ് അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്ന ഒരു പ്രണയിതാവ്, ഇങ്ങനെയൊക്കെ ആയിരിക്കും സ്ത്രീകൾ വിചാരിക്കുന്നുണ്ടാവുക. അപ്പൊ അവർ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ആവശ്യമായിട്ട് പറയുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അതേപോലെ തന്നെ പുരുഷന്മാരുടെ ആവശ്യം എന്ന് പറയുന്നത് അക്സെപ്റ്റൻസ് ആണ്. അതായത് അവർ ഏത് രീതിയിലാണോ ആ രീതിയിൽ അവരെ അംഗീകരിക്കുക എന്നുള്ളതിനാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത്. സോ അവര് അത്ര വലിയ കാണാൻ അത്ര ലുക്ക് ഇല്ലാത്ത ഒരാളോ അതല്ലാന്നുണ്ടെങ്കിൽ ലുക്ക് ഒരിക്കലും ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ ഇത്തരത്തിൽ കാണാൻ അത്ര വലിയ ഭംഗിയില്ലാത്ത ഒരാളായിരിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഹാബിറ്റ്സ് ഒക്കെ ഉണ്ടായിരിക്കാം. മീൻസ് വലിക്കുക, കുടിക്കുക, ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഹാബിറ്റ്സ് ഉണ്ടായിരിക്കാം. പക്ഷെ ഇത് എന്തൊക്കെയാണ് എന്നുണ്ടെങ്കിലും അത് മനസ്സിലാക്കി, ഇവിടെ അണ്ടർസ്റ്റാൻഡിങ് കൂടി വരുന്നുണ്ട് കേട്ടോ, മനസ്സിലാക്കി അവരെ അക്സെപ്റ്റ് ചെയ്യുക, അതേ രീതിയിൽ അംഗീകരിക്കാൻ കഴിയുക എന്നുള്ളതാണ് പുരുഷന്മാർ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇത്തരത്തിൽ മനസ്സിലാക്കി സ്നേഹിക്കുക എന്ന് പറയുമ്പോഴാണ് ആ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുള്ളൂ എന്നുള്ളത്. അതായത് ഒരാളെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക, ആ രീതിയിൽ അയാളെ അംഗീകരിക്കാനായിട്ട് നമുക്ക് കഴിയുമ്പോഴാണ് റിലേഷൻഷിപ്പ് കുറച്ചുകൂടി ഭംഗിയായിട്ട് മുന്നോട്ട് പോകാനായിട്ട്, അതായത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടാവുള്ളൂ. സോ ഇവിടെ സ്ത്രീകൾക്ക് ആവശ്യമുള്ളത് അണ്ടർസ്റ്റാൻഡിംഗ് ആണെങ്കിൽ പുരുഷന്മാർ ആഗ്രഹിക്കുന്നത് അക്സെപ്റ്റൻസ് ആണ്. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സ്ത്രീകൾ പൊതുവെ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ആവശ്യമായിട്ടുള്ള അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് റെസ്പെക്ട് ആണ്. എല്ലാ രീതിയിലും റെസ്പെക്ട് കിട്ടുക, പേഴ്സണൽ സ്പേസ് കിട്ടുക, ഇതൊക്കെയാണ് എല്ലാ സ്ത്രീകളും ആഗ്രഹിക്കുന്നുണ്ടാവുക. അതായത് സ്ത്രീകൾക്ക് പൊതുവെ ബഹുമാനം വേണമെന്ന് എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും, അത് റിലേഷൻഷിപ്പിലും ആഗ്രഹിക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. തന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന താൻ സ്നേഹിക്കുന്ന ആ ഒരു പുരുഷൻ തന്നെ റെസ്പെക്ട് ചെയ്യണം, ബഹുമാനിക്കണം, അതെല്ലാ രീതിയിലും ആയിരിക്കണം. അപ്പൊ സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് സ്ട്രെസ്ഡ് ആയിട്ടുള്ള ലൈഫ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ അതിനെല്ലാം മനസ്സിലാക്കുക, അവർക്ക് അവരുടെ നല്ലൊരു പേഴ്സണൽ സ്പേസ് കൊടുക്കുക. ഇപ്പൊ ജോലിക്കൊക്കെ പോകാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിനെയും കൂടി ബഹുമാനിക്കുക, അവരുടെ ജോലിയെയും അവരെയും കൂടി ബഹുമാനിക്കുക. ഇതെല്ലാം അതിൽ ഉൾപ്പെടുന്ന കാര്യമാണ്. സോ ഇത്തരത്തിൽ റെസ്പെക്ട് എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഒരു കാര്യമാണ് സ്ത്രീകളുടെ ലൈഫിൽ അല്ലെങ്കിൽ അവരുടെ മൈൻഡിൽ എന്ന് പറയുന്നത്. സോ ഇങ്ങനെ റെസ്പെക്ട് കിട്ടണമെന്നാണ് സ്ത്രീകൾ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. അതേസമയം ഇവിടെ പുരുഷന്മാർ ആഗ്രഹിക്കുന്നത് അപ്രിസിയേഷൻ ആണ്. അതായത് അഭിനന്ദനം, അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും അഭിനന്ദനങ്ങൾ കിട്ടണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. ഈ ഒരു അഭിനന്ദനങ്ങൾക്ക് വളരെയധികം വാല്യൂ ഉണ്ട്. അതായത് ഇപ്പൊ അവർ ചെയ്യുന്നത് വളരെ ചെറിയ കാര്യമാണെങ്കിലും വലിയ കാര്യമാണെങ്കിലും അവർ ഏറ്റവും കൂടുതൽ വിചാരിക്കുന്നുണ്ടാവുക, ആഗ്രഹിക്കുന്നുണ്ടാവുക അവരുടെ ലൈഫ് പാർട്ട്ണറിൽ നിന്ന്, അതായത് അവർ സ്നേഹിക്കുന്ന ഒരു പേഴ്സണിൽ നിന്നാണെങ്കിൽ അങ്ങനെ അവരിൽ നിന്ന് ഒരു അപ്രിസിയേഷൻ കിട്ടണം, ഒരു അഭിനന്ദനം കിട്ടണം എന്ന് അവർ വിചാരിക്കുന്നുണ്ടാവും. അങ്ങനെ കിട്ടുമ്പോഴാണ് അവർക്ക് അടുത്ത കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്നുള്ളതാണ്. മാത്രമല്ല ഇവരെ ബൂസ്റ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നതും ഇത്തരത്തിലുള്ള അഭിനന്ദനങ്ങളാണ്. സോ ഇങ്ങനെ അവർ സ്നേഹിക്കുന്ന ഒരു പേഴ്സണിൽ കിട്ടണം അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കണമെന്നും പുരുഷന്മാർ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യമാണ്. അപ്പൊ ഈ ഒരു 3 പോയിന്റ്സ് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ പൊതുവേ നമുക്ക് എല്ലാവർക്കും സംശയമുള്ളതാണ്. ഇപ്പൊ കെയറിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ സ്ത്രീകൾക്ക് കെയറിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ പുരുഷന്മാർ അത്ര വലിയ ഇമ്പോർട്ടൻസ് അവർ കൊടുക്കുന്നില്ല. ഇപ്പൊ നമ്മൾ അവരോട് പറയുകയാണെന്നുണ്ടെങ്കിൽ തന്നെ എനിക്ക് നിങ്ങളെ കുറച്ചുകൂടി കെയർ ചെയ്യണം എന്നുണ്ട്, അല്ലെങ്കിൽ എന്നെ കുറച്ചുകൂടി കെയർ ചെയ്താൽ എനിക്ക് കുറച്ചുകൂടി സന്തോഷമാകുന്നൊക്കെ നമ്മൾ പറയുകയാണെങ്കിലും ചില പുരുഷന്മാർ റിപ്ലൈ തരുന്നത് ഇങ്ങനെയായിരിക്കും, കെയറിങ്ങോ, നീ എന്താ ഉദ്ദേശിക്കണത്, ഞാൻ നിന്നെ കെയർ ചെയ്യുന്നൊന്നും പോരെ, അല്ലെങ്കിൽ ഇതുകൊണ്ട് നീ എന്താണ് അർത്ഥമാക്കുന്നത് എന്നൊക്കെ അവർ ചോദിക്കാറുണ്ട്.
അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷന്മാർ കെയറിങ്ങിന് അത്ര വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അതിന് പകരമായിട്ട് അവർ കൊടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ അപ്രീസിയേഷനും ട്രസ്റ്റും കാര്യങ്ങൾക്കൊക്കെ ആണ്. സോ അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ആവശ്യങ്ങൾ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. അത് നല്ല രീതിയിൽ മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് ആ രീതിയിൽ നമ്മുടെ റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകാൻ, മീൻസ് ആ രീതിയിൽ പെരുമാറി മുന്നോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ. സോ ഈ ഒരു വീഡിയോ എല്ലാവർക്കും വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും എന്നൊരു വിശ്വാസത്തിലാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി അല്ലെങ്കിൽ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്